ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം തടവ്. അഹമ്മദാബാദ് അമറേലി സെഷൻസ് കോടതിയുടേതാണ് വിധി. രാജ്യത്താദ്യമായാണ് പശുവിനെ കൊന്നതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുകയാണ്. പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം ഗുജറാത്തിൽ. അപ്പൊ ഇപ്പൊ കണ്ട ന്യൂസാണ്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പോക്കെന്ന് പറയുന്നത്, ഈ അടുത്ത് കൊലപാതകം ചെയ്ത ഒരുത്തൻ, അതായത് അത് ഓൾറെഡി കൊലക്കേസിൽ പ്രതിയാണ്, പീഡിപ്പിച്ച ഒരു പെണ്ണിനെ ക്രൂര ബലാത്സംഗം ചെയ്ത് അവനെയൊക്കെ വെറുതെ വിട്ട് ഈ രാജ്യത്ത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച, അല്ലെങ്കിൽ ഒരുപാട് കുടുംബം നശിപ്പിച്ച പലരും വെളിയിലിറങ്ങി പുല്ലുപോലെ നടക്കുമ്പോൾ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം കൊടുക്കുന്നു. ഇതില് പശുവിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചു. ആ ഏഷ്യൻ ന്യൂസിനകത്ത് കണ്ടതാണ്. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് ആണ്: പശുവിന് നീതി ലഭിച്ചു, പശുവിന്റെ കുടുംബം പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു, ഗോമാതാവിന്റെ ജയം. ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വാർത്തയാണ്. ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകം ഉള്ളവന്മാരെയൊക്കെ എന്തോ പറയാനാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവന്മാരോട്. കാര്യം മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഇവന്മാർക്ക് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവന്മാരോട് നമുക്ക് പറഞ്ഞാൽ കാര്യമുള്ളൂ. ഈ ചാണകം തലയ്ക്കകത്ത് തലച്ചോറിന് വരെ ചാണകം വെച്ച് നടക്കുന്നവന്മാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. മറ്റൊരു രാജ്യം നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ പശുവിനെ കൊന്നതിന് 3 വർഷം തടവ്, പീഡിപ്പിച്ചവരും കൊലപാതകം ചെയ്യുന്നവരൊക്കെ വെറുതെ ഇറങ്ങി നടക്കുന്നു. അപ്പൊ നിയമത്തിന്റെ ഒരു വാല്യൂ ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, ഇങ്ങനെയുള്ള പുതിയ പുതിയ വാർത്തകൾ വരട്ടെ ഇന്ത്യൻ മഹാരാജ്യത്തിന് അഭിമാനമായിട്ട്.